ഞാൻ പേ ഔട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റി. അപ്പം ആ മിസ്റ്റേക്ക് എന്താണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയണത്. അപ്പം പേ ഔട്ട് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ അത് അവർക്ക് റിക്വസ്റ്റ് അയക്കാമെന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടാലാണ് അതെങ്ങനെയാണെന്ന് തിരുത്തിയതെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പം നിങ്ങൾ കണ്ടു നോക്ക്. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പേ ഔട്ട് സെറ്റ് എങ്ങനെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ പേ ഔട്ട് സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയ മിസ്റ്റേക്കുകൾ വന്നു. അപ്പം ഞാൻ അത് തിരുത്താനായിട്ട് നോക്കിയിട്ട് ഒരു രീതിയിലും നടന്നില്ല. അപ്പം ഞാൻ ഒരുപാട് പേരോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷെ അതിനകത്ത് എനിക്ക് ഒരാൾ പറഞ്ഞു തന്നു, അശോകേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു, വീഡിയോ സഹിതം അയച്ചു തന്നു. പക്ഷേ ഞാൻ അത് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു രീതിയിലും റെഡി ആയില്ല. പിന്നെ ഞാൻ ഒരുപാട് നോക്കി അത് അതിൻ്റെ ഫോമെല്ലാം ഫില്ല് ചെയ്ത് അയച്ചു. പക്ഷേ റിക്വസ്റ്റ് സെൻഡ് ആവണില്ല. ഫേസ്ബുക്കിൽ എന്തോ ചെറിയ ഇറർ സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അത് സെറ്റ് ആവാത്തതെന്ന് തോന്നുന്നു. അത് പേ ഔട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് അതിനുശേഷം പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുക. നേരെ താഴോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ടൂള് കിട്ടും, അതർ ടൂൾസ് കിട്ടും. അതർ ടൂൾസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പേ ഔട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അടുത്ത പേജ് കിട്ടുമ്പോൾ അടുത്ത പേജിൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടൊരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരത്തെ ഫില്ല് ചെയ്ത് വിട്ട ബാങ്ക് ഡീറ്റെയിൽസ് കാണാം. അതിന് താഴെ അപ്ഡേറ്റ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ അപ്ഡേറ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ ആ പേജ് മുന്നോട്ട് പോകും. അത് നിങ്ങളുടെ പേഴ്സണൽ മൊബൈലിലേക്ക് നിങ്ങൾക്ക് OTP വരും. OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വേറൊരു പേജ് കിട്ടും. ആ പേജ് വഴി അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടാക്സ് ഇൻഫർമേഷനാണ് വന്നതെന്നുണ്ടെങ്കിൽ ആ ടാക്സ് ഇൻഫർമേഷൻ്റെ പേജ് എടുക്കുക. അതിൻ്റെ മേളിലായിട്ട് പേ ഔട്ട് എന്ന് ഹെഡിങ് കൊടുത്തേക്കണതിൻ്റെ അവിടെ ഒരു ചോദ്യചിഹ്നമുണ്ട്. ആ ചോദ്യചിഹ്നത്തിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ വേറൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ആ പേജിൻ്റെ താഴേക്ക് ഏറ്റവും താഴത്തെ ഓപ്ഷൻ അടുത്തത് കിട്ടിയേക്കണ പേജ് പേ ഔട്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞ പേജാണ്. ആ പേജിൻ്റെ ഏറ്റവും താഴെയാണ് കോണ്ടാക്റ്റ് അസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളത്. അതിനകത്ത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജ് കിട്ടുന്നതാണ് നിങ്ങൾ റിക്വസ്റ്റ് അയക്കാനുള്ള ഫോം. ആ ഫോമിൽ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ ഹൗ ഡു ഐ അപ്ഡേറ്റ് മൈ പേ ഔട്ട് അക്കൗണ്ട് എന്നുള്ള വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ആ ഓപ്ഷനും കൂടി ടിക്ക് ചെയ്യുക. അതിന് താഴെ ചൂസ് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് തെറ്റിപ്പോയ ആ ഭാഗത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം താഴെ ഒരു ചെറിയൊരു കോളം കൂടെ ഉണ്ട്. അതിനകത്ത് ഒരു റിക്വസ്റ്റും കൂടി ടൈപ്പ് ചെയ്ത് അയക്കണം. എന്നിട്ടാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റിക്വസ്റ്റ് എങ്ങനെയാണ് അയക്കേണ്ടതെന്നുള്ളത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ ഞാനത് ആ റിക്വസ്റ്റ് നിങ്ങൾക്ക് വിട്ടുതരാം. ഓക്കെ, ബൈ ബൈ.